കോഴിക്കോട് കുറ്റ്യാടിയിൽ വീണ്ടും പുലി. പശുക്കടവിൽ വളർത്തുനായയെ കൊന്നു തിന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്താണ് വിശദാംശങ്ങൾ? വേണു, കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വന്യമൃഗശല്യം രൂക്ഷമാണ്. കാട്ടുപോത്തിന്റെയും കാട്ടാനയുടെയും ആക്രമണം ഉണ്ടാകുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ പുലിയുടെ കൂടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെടുന്നത്. പെരുമണ്ണാമുടിയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായി പുലിയുടെ സാന്നിധ്യമുണ്ട്. കൂടാതെയാണ് ഇപ്പോൾ കുറ്റ്യാടി പശുക്കടവിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശവാസികൾ ഇവിടെ പുലിയെ കണ്ടതായി പറയുകയും പിന്നീട് അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ തുടർച്ചയായിക്കൊണ്ട് തുടർന്ന് അവിടെ ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ച നടപടിയുമായിട്ട് വനംവകുപ്പ് മുന്നോട്ട് പോയി. അതിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. കോനാട്ട് സ്വദേശിയുള്ള സന്തോഷിന്റെ വളർത്തുപട്ടിയെയാണ് ഈ പുലി പിടിക്കുകയും തല ഒഴികെയുള്ള മുഴുവൻ ഭാഗവും ഭക്ഷ്യ നിലയിലുമാണ് ഇപ്പോൾ ഈ പട്ടിയുടെ അവിടുന്ന് പട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിധത്തിൽ ഈ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ഇവിടെ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യേക സംഘം RRT സംഘം ഇവിടെ എത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാൽപാദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് പുലിയുടേതാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. തുടർന്നുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ആവശ്യമെങ്കിൽ അവിടെ കൂട് സ്ഥാപിക്കും എന്ന കാര്യവും കുറ്റ്യാടി റേഞ്ച് ഓഫീസർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ഭീതിയിലാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഉള്ളത്. അതിന്റെ ഒരു ഭാഗമായിട്ട് വലിയൊരു പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ അബ്രഹാം എന്ന വ്യക്തി, ഒരു കർഷകൻ കൊല്ലപ്പെട്ടത്. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. വലിയൊരു ഭീതിയിലാണ് ഈ പ്രദേശവാസികൾ. ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി ഇവിടുത്തെ ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ പണിക്ക് പോകാൻ പോലും കഴിയുന്നില്ല എന്ന കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെരുമണ്ണാമുടിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം പോലീസും ഈ മേഖലകളിൽ പരിശോധന നടത്തുകയും തുടർന്ന് പോലീസ് അവിടെ അനൗൺസ് ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ പുറത്തേക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടെ വേണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. എപ്പോഴും ഈ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാനും ഒക്കെ രക്ഷിതാക്കൾക്കും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. വലിയൊരു ഭീതിയിലാണ് ഈ പ്രദേശവാസികളെല്ലാം ഉള്ളത്. ശക്തമായിട്ടുള്ള നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്.